KK ടോക്സിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഡിപ്രഷൻ എന്ന ഒരു മഹാരോഗത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ ക്യാൻസറിനേക്കാൾ മൂർച്ചയുള്ള ഒരു രോഗമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇന്ന് ഏകദേശം ലോകത്തിലെ 80% ആളുകളും ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ രോഗത്തിന് അടിമകളാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഡിപ്രഷൻ്റെ കാരണങ്ങൾ നമുക്ക് എന്താണെന്നൊക്കെ അറിയാം. നമുക്കിവിടെ ഇല്ലാത്ത പരിഹാരമാണ്. സ്വാഭാവികമായും ഒരു ആൾക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായും അയാളുടെ എല്ലാ താല്പര്യങ്ങളും കുറഞ്ഞു വരികയും ഉറക്കം കൂടി വരികയും എങ്ങനെയാണോ അതുവരെ ജീവിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരു സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ആരംഭിക്കുന്ന ഒരു സ്റ്റേജാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്രഷൻ പിടിപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു മുക്തി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഡിപ്രഷൻ്റെ കാരണങ്ങൾ പലതാണ്. ജനറ്റിക്കലി ഒരു പാരമ്പര്യപരമായി ഡിപ്രഷനുള്ള ആളാണെങ്കിൽ അതൊരു 30% വരെ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്. എല്ലാതെയും ഡിപ്രഷൻ വരാം, പല കാരണങ്ങൾ കൊണ്ട്. കാരണമില്ലാതെയും ഡിപ്രഷൻ വരാം. കാരണമില്ലാതെ വരുന്ന ഡിപ്രഷനാണ് കുറേയൊക്കെ പാരമ്പര്യമായി നമുക്ക് നമ്മുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട്, ഹോർമോണൽ ബാലൻസ് പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഉണ്ടാവുന്ന ഡിപ്രഷൻസ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് അറിയപ്പെടുന്ന പ്രമുഖരായ ബിസിനസ്സുകാരായി കഴിഞ്ഞാലും ഡോക്ടേഴ്സായി കഴിഞ്ഞു കഴിഞ്ഞാലും എൻജിനീയേഴ്സായി കഴിഞ്ഞാലും അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പല ആളുകളും ഡിപ്രഷൻ എന്ന ഈ രോഗാവസ്ഥയെ കൂടി കടന്നുപോയ ആളുകളാണ്. അവരൊക്കെ അതിനെ ഓവർകം ചെയ്യുകയും വലിയ വലിയ നിലയിലെത്തുകയും ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, ഇനി നമുക്കൊന്നും കഴിയില്ല എന്ന മിഥ്യാധാരണ ആരും വെച്ച് പുലർത്തേണ്ടതില്ല. ഇവിടെ നമുക്ക് ഡിപ്രഷൻ എന്ന സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് നമുക്ക് തന്നെ സ്വയം അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണത്. നമ്മളെല്ലാ താല്പര്യങ്ങളും കുറഞ്ഞു വന്ന് നമ്മൾ സമൂഹത്തിൽ നിന്നൊക്കെ അകന്നു നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. ഇനി എന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല എന്ന ഒരു തോന്നലുണ്ടാവുന്ന ഒരവസ്ഥ. നമ്മുടെ ജോലിയിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല. പഠനത്തിലാണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുക, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു സ്റ്റേജിലൂടെയാണ് ഡിപ്രഷൻ എന്ന രോഗം മുന്നേറുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നമ്മളൊരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ വീട്ടിലുള്ള, നമ്മളെ കൂടെ താമസിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികം നമ്മൾ ഇന്നത്തെ പണ്ടൊക്കെ ആണെങ്കിൽ അത് ഒരു കൗൺസിലറെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമായിരുന്നു. കാരണം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക എന്ന് പറയുമ്പോൾ മാനസിക രോഗി എന്ന മുദ്ര കുത്തപ്പെടും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആരും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊന്നും പോകാൻ താല്പര്യപ്പെടാറുമില്ല, പോകാറുമില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നൊക്കെ ഒരുപാട് കാലം മാറി ആളുകളൊക്കെ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റിനെയൊക്കെ സമീപിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വിഷയം, നമ്മളൊരു ഡിപ്രഷൻ ആയ ഒരു വ്യക്തിയെ കൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ആണ് ആദ്യമായി എത്തിപ്പെടുക. അവിടെ കൗൺസിലിങ്ങിൽ അവർ 1 മണിക്കൂറോളം ഇവരോട് സംസാരിച്ച് ഇവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർക്ക് വേണ്ട മോട്ടിവേഷനൊക്കെ കൊടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിടും. പക്ഷേ ഒരു ഡിപ്രഷൻ രോഗിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താൽക്കാലിക ആശ്വാസം നൽകുമെന്നല്ലാതെ ഒരു ദീർഘകാല ആശ്വാസം ആ രോഗിക്ക് ഒരിക്കലും കിട്ടുന്നതല്ല. അതാണ് ഈ ഡിപ്രഷൻ രോഗത്തിൻ്റെ ഒരു വലിയ വിഷയം. നമ്മൾ എത്ര തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. നമ്മൾ ഒരു പക്ഷേ 1, 2, 3 കൗൺസിലിംഗ് ചെയ്തിട്ടും ഡിപ്രഷനിൽ നിന്ന് നമുക്ക് വിമുക്തരാകാൻ പറ്റുന്നില്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് തന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയും അവിടെ മെഡിസിൻ
സൈക്കാട്രിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മെഡിസിൻ ആണ് തരിക. അവർ തരുന്ന മെഡിസിന് ആൻറ്റി ഡിപ്രസൻറ്റും മൂഡ് സ്റ്റെബിലൈസറൊക്കെ തന്ന് നമ്മൾ പറഞ്ഞു വിടുകയും നമ്മൾ 1-2 ആഴ്ച അത് കഴിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ആളുകൾക്ക് മെഡിസിനും ഒരു പക്ഷേ അപ്ലിക്കബിൾ അല്ലാത്ത ഒരു രീതിയിലേക്ക് കണ്ടുവരുന്നുണ്ട്. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കെമിക്കൽ ബാലൻസ് ഉണ്ടാവുമെങ്കിലും ഒരുപാട് കാലതാമസം ഇതിന് നേരിടാറുണ്ട്. പിന്നീട് ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായി മെഡിസിൻ തുടങ്ങിക്കഴിഞ്ഞാൽ 6 മുതൽ 9 മാസം വരെ നിർബന്ധമായും നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ് സൈക്കാട്രിസ്റ്റ് പറയുന്നത്. മിനിമം 9 മാസമെങ്കിലും ആ ട്രീറ്റ്മെൻറ്റ് തുടർന്നാൽ മാത്രമേ ആ വ്യക്തി ഈ ഡിപ്രഷൻ എന്ന രോഗത്തിൽ നിന്ന് വിമുക്തമാകൂ എന്നാണ് പറയുന്നത്. അതിനകത്ത് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഡിപ്രഷൻ അതിൻ്റെ മാരകമായ രീതിയിൽ തിരിച്ചു വരാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് ഡിപ്രഷൻ അടിച്ച രോഗികളുമായി ബന്ധപ്പെടുക ഇടപഴകുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരുപാട് കൗൺസിലിംഗ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ മെഡിസിൻ കഴിച്ചതുകൊണ്ടോ മാത്രം ഇതിനൊരു പ്രതിവിധി ആവുന്നില്ല. മെഡിസിനും കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പ്രതിവിധിയായി ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു സെൻറ്റേഴ്സാണ് ഇന്ന് ആവശ്യം. കാരണം ഒരു ഡിപ്രഷൻ അടിച്ച വ്യക്തിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു 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 രാവിലെ എഴുന്നേൽക്കുവാനോ കാരണം ഡിപ്രഷൻ എന്ന രോഗത്തിന് ഏറ്റവും വലിയൊരു മറുമരുന്നാണ് നമ്മൾ സജീവമായിരിക്കുക എന്നുള്ളത്. എക്സസൈസ് ചെയ്യുക, നമ്മൾ കൃത്യമായ ഉറക്കം ലഭിക്കുക, കൂടാതെ കൃത്യമായ രീതിയിൽ ഏർലി റൈസ് എന്ന് പറയുന്ന നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന, കഴിയുന്നതും 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുക, നമ്മൾ ദിനചര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സസൈസിലൊക്കെ ചെയ്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടുക എന്നൊക്കെയാണ് ഒരു ഡിപ്രഷൻ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവറി ആയി കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. പക്ഷേ ഒരു സ്വാഭാവികമായ ഒരു ഡിപ്രഷൻ അടിച്ച രോഗിക്ക് ഇതൊന്നും സാധ്യമല്ല. നമ്മൾ എത്ര വരെ അവരെ പറഞ്ഞു കഴിഞ്ഞാലും അവരെ കൊണ്ട് ഇതൊന്നും സാധ്യമാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ രാത്രി കാലങ്ങളിൽ കൂടുതൽ ഉറങ്ങാതിരിക്കുകയും രാവിലെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയായിരിക്കും അവലംബിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക്, ഒരുപക്ഷെ അച്ഛനോ അമ്മയോ മറ്റു സിസ്റ്റേഴ്സോ സിബ്ലിങ്സോ ഒക്കെ വിചാരിച്ചാൽ അവരോട് പറഞ്ഞാലൊന്നും തന്നെ അവർക്കത് മനസ്സിലാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഞാനെന്നും ഇപ്പോഴും മനസ്സിലാക്കുന്നത് നമുക്കൊരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു സെൻറ്റർ ആവശ്യമാണ്. അതൊരു മാനസിക രോഗ കേന്ദ്രം എന്നുള്ള രീതിയിലല്ല, ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ആ ക്ലബ്ബിൽ അവിടെ താമസ സൗകര്യം അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. അത് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇന്നൊരു പഞ്ചായത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുറേ ആളുകൾ നമുക്ക് ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറയിൽ 18 വയസ്സ്, ഒരു +1 +2 വിദ്യാഭ്യാസം കഴിയുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഇന്ന് പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഡിപ്രഷൻ കേസുകൾ കൂടി വരുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് തീർച്ചയായിട്ടും ഇത്തരം സെൻറ്ററുകൾ ആശ്വാസകരമാണ്. ആ സെൻറ്ററുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? രാവിലെ യോഗയോ എയറോബിക്സ് എക്സസൈസുകളൊക്കെ തുടങ്ങി ഒരു ഫുൾ ടൈം അവരെ താമസിപ്പിച്ചുകൊണ്ട് ഒരു ഫുൾ ടൈം എൻഗേജ്മെൻറ്റ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പല പരിപാടികളും ആസൂത്രണം ചെയ്ത് അവരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സെൻറ്റർ എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ അത് ഇന്ന് നമ്മൾ ഈ പറയുന്ന ഡിപ്രഷൻ എന്ന മഹാരോഗത്തിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമായിരിക്കും അത്. പല കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് പാലിയേറ്റീവ് കെയർസ്, ഇങ്ങനെയുള്ള പല കേസും നമ്മളെ പഞ്ചായത്തുകളിൽ നിന്ന് പല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും ശ്രദ്ധിക്കാത്തൊരു വിഭാഗമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ രോഗികളെ. കാരണം ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം ഇന്നും ഈ മാനസിക രോഗം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഒരു അംഗീകാരം കൊടുക്കാത്ത ഒരു രീതി ഇന്നും അവലംബിച്ചിട്ടാണ്. സമൂഹം അത്ര വളർന്നിട്ടില്ല. ഒരു ഡിപ്രഷനുള്ള രോഗിക്ക്, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വസ്ഥതയുള്ള രോഗിക്ക്
ഇന്നും അവരുടെ അവസ്ഥ തുറന്നു പറയാൻ, ധൈര്യത്തിൽ തുറന്നു പറയാൻ ഒരാളോടും തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന അവസ്ഥ. കാരണം അവർ മുന്നോട്ടുള്ള ജീവിതത്തിനും ആളുകളുടെ നോട്ടത്തിനും അതുപോലെ തന്നെ അവരുടെ വൈവാഹിക ജീവിതത്തിനൊക്കെ അത് തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ഇന്നും നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞു ചെയ്യാനും ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തിയെടുക്കാനൊക്കെ വളരെയധികം പ്രയാസമാണ്. ഇത്തരം സെൻറ്ററുകളുടെയൊക്കെ വെല്ലുവിളി എന്ന് പറയുന്നതും അതാണ്. ഇത്തരം സെൻറ്ററുകളിലേക്ക് ആളുകൾ പോകാൻ മടിക്കും. കാരണം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി ഞങ്ങളതിന് മുദ്ര കുത്തുമോ എന്നൊക്കെയുള്ള ഭയം നമ്മളുണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ മുകളിൽ നിൽക്കുന്നതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതമാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഓരോ ഡിപ്രഷൻ രോഗികളും മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഡിപ്രഷൻ അനുഭവിച്ച രോഗികൾ, അതിലൂടെ കടന്നുപോയ രോഗികൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ള ആളുകളെ നോക്കി അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്ന് നോക്കി നിങ്ങളുടെ ജീവിതം കളയാതിരിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് ഡിസൈൻ ചെയ്യേണ്ടത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെന്ത് സന്തോഷകരമായ നിമിഷങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയല്ല, നമുക്കിത് കടന്നു വരുന്നതാണ്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമുക്ക് കടന്നു വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് റിക്കവറി ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഇത് ഞാൻ പറയുന്നത് ഇതിന് ഓപ്പണപ്പായി ഒരുപാട് ആൾക്കാരോട് പറയാമെന്നല്ല, കുറച്ച് ആളുകളോടൊക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോടൊക്കെ പറയുകയും അവരുടെയൊക്കെ സഹായം തേടുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതി അവലംബിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ആരോട് പറയാതെ തന്നെ നമ്മൾ ഒരടച്ചിട്ട മുറിയിൽ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് കാലം, ഇന്ന് 1 മാസമോ 2 മാസമോ 3 മാസമോ ദൈർഘ്യമല്ല ഇന്ന് ഡിപ്രഷൻ രോഗം എന്ന് പറയുന്ന രോഗത്തിന് കാണുന്നത്. ഒരു 1-2 വർഷത്തെ ദൈർഘ്യമുള്ള, നമുക്കറിയാം ദീപിക പദുക്കോൺ പോലുള്ള പ്രശസ്തരായ സിനിമാ നടിമാരും അവരൊക്കെ ഇന്ന് രംഗത്ത് വന്ന് ഇതിൻ്റെ ഒരു വലിയൊരു ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. ദീപിക പദുക്കോണൊക്കെ 3 വർഷത്തോളം ഇത് അനുഭവിച്ച് കടന്നുപോയ വ്യക്തിയാണ്. അപ്പം ഒരുപാട് വ്യക്തികൾ ഇത് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇത് ഡിപ്രഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ജീവിക്കാം, നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈനംദിന ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. നമ്മുടെ ജോലി, നമ്മുടെ പഠനം എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഡിപ്രഷൻ ഒരു വഴിക്കും നമ്മളുടെ ആക്ടിവിറ്റി ഒരു വഴിക്കും പോകണം. അപ്പോൾ ഡീപ്പ് ഡിപ്രഷനുള്ള സ്റ്റേറ്റിൽ ഇതൊന്നും നമുക്ക് സാധ്യമല്ല. അതിൽ നിന്ന് കുറച്ചൊക്കെ മുക്തി നേടി ഒരു ആവറേജ് ഒരു ഇതിൽ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് വെച്ച് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും പെട്ടെന്ന് വിമുക്തി നേടുക എന്നുള്ളതാണ്. മെഡിസിൻ തീർച്ചയായും കഴിക്കേണ്ട ആളുകളാണ്, കഴിക്കണം. മെഡിസിൻ ഒരു പരിധിവരെ തീർച്ചയായിട്ടും നമ്മുടെ കെമിക്കൽ ബാലൻസ് നിലനിർത്താൻ ഇത് സഹായിക്കുക തന്നെ ചെയ്യും. ഈ 9 മാസത്തെ ട്രീറ്റ്മെൻറ്റ്, സൈക്കാട്രിസ്റ്റ് തരുന്ന 9 മാസത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തുടരുന്നതോടൊപ്പം തന്നെ അതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും ഡിപ്രഷനിൽ നിന്ന് മോചിതരാവില്ല. ആക്ടിവിറ്റി ഒരു വലിയ നിർബന്ധമുള്ള ഘടകമാണ്. എക്സസൈസ് പോലുള്ള, യോഗ പോലുള്ള, എയറോബിക്സ് പോലുള്ള ഒരു 45 മിനിറ്റ് നേരമെങ്കിലും ഒരു ദിവസം എക്സസൈസ് ചെയ്യുകയും അത് നിരന്തരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മളെ രക്ഷിക്കാൻ നമ്മളേ ഉള്ളൂ, വേറൊരാളും പുറത്തുനിന്ന് വരാനില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഇത്തരം ഡിപ്രഷൻ ഉള്ള ആളുകൾ അവർ തന്നെ മുൻകൈയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്തരം കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കി സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മൾക്ക് മനസ്സിനെ സ്വസ്ഥപ്പെടുത്തുവാൻ സാധിക്കുക. നമ്മളെ മുറിവുകൾ ഉണക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് സംസാരിച്ച് തീർക്കുകയും ഇത്തരം എൻഗേജ്മെൻറ്റിൽ ഏർപ്പെടുകയും ചെയ്യാനുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുക. ഇതിന് എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാ ആളുകളും പ്രത്യേകം ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ള എല്ലാ കാര്യത്തിലും നമുക്കിന്ന് പല രീതിയിലുള്ള സഹായ ഹസ്തങ്ങൾ നമ്മൾ പല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു രോഗമെന്ന് പറയുന്നത് ക്യാൻസറിനേക്കാളും, ഞാൻ കാണുന്നത് ഒരു ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ രോഗത്തിനേക്കാളും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു രോഗമാണ് ഈ മാനസിക രോഗം എന്നുള്ളത്. കാരണം ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് നമ്മുടെ ഒരുപാട് സമൂഹത്തിൻ്റെ വലിയ ഒരു കൈത്താങ്ങ് വേണ്ട ഒരു മേഖലയാണ്. അപ്പം ഈ വോയിസ് കേൾക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട്
നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ ഇതുപോലുള്ള ക്ലബ്ബുകൾ രൂപീകരിച്ച് അവിടെ രോഗികൾ തന്നെ ആവണമെന്നില്ല. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ട്രെയിനിങ്ങിൽ നമുക്ക് സാധാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിങ്ങൾ ആരംഭിക്കാം. അത് ഇന്നത്തെ നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ഭക്ഷണ രീതികളും കാര്യങ്ങളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത്തരം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരം സെൻറ്ററുകൾ. നമുക്കിതിന് ഒരുപാട് ആകെ വേണ്ടത് കുറച്ച് നല്ല ഏരിയ ആണ്. എന്താ വേണ്ട, ഒരു 10-100 ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് എയറോബിക്സ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഹോളോ സംവിധാനവും മതി. പിന്നെ താമസം എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കുറച്ച് ഉള്ളോട്ട് എവിടെയെങ്കിലും ഒരു ഏരിയയിൽ, അതിനോടനുബന്ധിച്ചൊരു ഏരിയയിൽ നമുക്ക് സാധിക്കുമെങ്കിൽ അത്തരം ഒരു ആലോചന നിങ്ങൾക്കുണ്ടാവുകയും അത്തരമൊരു ക്ലബ്ബ് നിങ്ങൾ രൂപീകരിക്കുകയും അവിടെ ഇത്തരം ആളുകളെ എത്തിക്കുകയും അവർക്ക് അതൊരു വലിയ മാറ്റമായിരിക്കും, ഉറപ്പാണ്. കാരണം 1-2 ആഴ്ച കൊണ്ട് തന്നെ ഈ ഡീപ്പ് ഡിപ്രഷനിൽ നിന്ന് അവർക്ക് റിക്കവറി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഒരു കൗൺസിലേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്ത്, യോഗ ട്രെയിനേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്ത്, എയറോബിക്സ് ട്രെയിനേഴ്സിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്ത്, അതുപോലെ തന്നെ മറ്റു കലാപരമായ ഒരുപാട് മ്യൂസിക് തെറാപ്പികളുണ്ട്. ഓരോ വ്യക്തികൾക്കും പല താല്പര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. തയ്യൽ പോലുള്ള കാര്യങ്ങൾ, മറ്റുള്ള പല വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. ആളുകളെ എൻഗേജാക്കി നിർത്തുക എന്നുള്ളതാണ് ഈ ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അപ്പം അത്തരമൊരു ക്ലബ്ബ് രൂപീകരിക്കാൻ വേണ്ടി ഈ വോയിസ് കേൾക്കുന്ന എല്ലാ ആളുകളും ശ്രമിക്കുകയും ഡിപ്രഷൻ എന്ന ഈ വലിയ രോഗത്തെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.